ഹലോ എവരിവൺ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കൊടും ചൂടിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ ഡ്രിങ്ക് തയ്യാറാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം വരയ്ക്കും കേടുകൂടാതെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള ഒരു ഡ്രിങ്കാണ്. വളരെ ഹെൽത്തിയാണ്. ഇത് കഴിക്കുന്നതോടുകൂടി BP ഉള്ളവർക്ക്, ലോ BP, ഹൈ BP, ഈ BP ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഇറിറ്റബിൾ ബബിൾ സിൻഡ്രോം ഉള്ളവർക്ക് വളരെ നല്ലതാണ്. പീരിയഡ് സമയത്ത് ബ്ലീഡിങ് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ ശരീരത്തിന് രക്തം ഉണ്ടാകാൻ വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ മതി. ഇതിൻ്റെ എല്ലാ ഗുണത്തിനെ പറ്റിയും നിങ്ങൾക്കറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്ക് വെറുതെ കിട്ടുന്ന ഈ ചെമ്പരത്തിപ്പൂ പാഴാക്കി കളയാതെ, വെറും 10 മിനിറ്റ് പോലും എടുക്കത്തില്ല നമുക്കിത് തയ്യാറാക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് വെളിയിൽ മാർക്കറ്റിൽ വിൽക്കുന്ന വില ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറിയ ഒരു ഡബ്ബയിലാണ് ഈ ഹിബിസ്കസ് ഫ്ലവേഴ്സ് ടീ. ഇത് ഹിബിസ്കസ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര്. 229 രൂപയാണ്. 40 ഗ്രാമാണ് ഇത് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമുക്ക് വെറുതെ കിട്ടുന്ന പൂ വെറും 40 ഗ്രാമത്തിന് ഇത്ര വില കൊടുക്കണമെങ്കിൽ എന്ത് ഗുണമുള്ള ഒന്നാണ് ഈ ഹിബിസ്കസ്. നമ്മുടെ വീട്ടിലും 4 വശത്തിനും, നമ്മുടെ വീടിൻ്റെ 4 വശത്തും കാണുന്ന ഒരു പൂവാണ്. നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ അയൽപക്കക്കാരുടെ വീടുകളിലുണ്ട്. ഇത് പോയി പറിച്ചു കൊണ്ടുവന്ന് നല്ലതുപോലെ ഒരു പ്രാവശ്യം കഴുകി ഇതിൻ്റെ പച്ച കളറിലുള്ള ഞെട്ടും അതും മുകളിലുള്ള ആ പൂവും കൂടെ നുള്ളിക്കളഞ്ഞതിന് ശേഷം വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു സ്പൂണ് കൊണ്ട് ആ വെള്ളത്തിൽ മുങ്ങത്തക്ക രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാവുന്നതാണ്. തിളപ്പിക്കരുത്. നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണവും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തിളപ്പിക്കാൻ പാടില്ല. നല്ല തിളച്ച വെള്ളത്തിൽ നിങ്ങൾ ഇതിട്ട് ഇതൊന്ന് വെള്ളത്തിൽ മുങ്ങത്തക്ക രീതിയിലൊന്ന് സ്പൂൺ കൊണ്ട് താഴ്ത്തി കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫാക്കി നമുക്ക് 2 മണിക്കൂറോളം ഇതങ്ങ് അടച്ചു വയ്ക്കാം. ഈ 2 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ എല്ലാ കളറും ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി വരും. നിങ്ങൾക്കിപ്പോൾ ഈ വെള്ളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് നല്ല ഒരു കളറാണ്. നല്ല ഗുണങ്ങളുള്ള ഒരു ഫുഡ് കളറും ചേർക്കാതെ നാച്ചുറലായിട്ട് പ്രകൃതിയാൽ നമുക്ക് തന്നിട്ടുള്ള ഈ കളറുള്ള ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി ഒരു പ്രാവശ്യം നിങ്ങളിത് കഴിച്ചു നോക്കണം. ഈ ചൂടിൽ നല്ല ഒരു എനർജി കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. ആൻറ്റി ഓക്സിഡൻറ്റും ധാരാളമായിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം വെച്ചതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി നല്ലതുപോലെ ചതച്ചിടണം. പുതിന ഇല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു ഏലക്ക, 1 ഗ്രാമ്പൂ, 2 സ്പൂൺ പഞ്ചസാര ചേർക്കണമെന്ന് ആവശ്യമില്ല. നിങ്ങൾ തേനാണ് ചേർത്ത് കുടിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ തേൻ ചേർത്താൽ മതി. പഞ്ചസാര സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡ്രിങ്ക് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്താലും മതി. നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് 2 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തണുക്കത്തക്ക രീതിയിൽ തണുത്തതിന് ശേഷം വേണം നമ്മൾ മറ്റേ ഡ്രിങ്കിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ഇത് ഇനിയിപ്പോൾ തണുക്കട്ടെ. നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു 6 നാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ നാരങ്ങ ജ്യൂസും ഈ വെള്ളം ഇനി നമുക്ക് അരിച്ച് ഈ ചെമ്പരത്തി പൂവിൻ്റെ വെള്ളത്തിലോട്ട് ഒഴിക്കുമ്പോൾ നിങ്ങളുടെ കളറിന് ചേഞ്ചസ് കാണാൻ പറ്റും. കണ്ടോ, ആദ്യത്തെ കളർ നല്ല ഡാർക്ക് കളറും ഇപ്പോൾ ലൈറ്റ് കളറും ആയി മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിലോട്ട് ഒഴിച്ചു വയ്ക്കാം. ഗ്ലാസ് ബോട്ടിലിൽ തന്നെ ഒഴിച്ചു വയ്ക്കണം. പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒഴിച്ചു വയ്ക്കരുത് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാൽ നമുക്ക് ഒരു മാസം വരയ്ക്കും കേടുകൂടാതെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കാം. വളരെ ഈസിയാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട്. ഫുഡ് കളറൊക്കെ ചേർത്ത ഡ്രിങ്കുകൾ മാർക്കറ്റിൽ നിന്ന് കുട്ടികൾക്കൊന്നും കൊടുക്കാതെ ഈ രീതിയിൽ നാച്ചുറലായിട്ട് കിട്ടുന്ന കളറുള്ള ഈ ഹിബിസ്കസ് ചെമ്പരത്തിപ്പൂ കൊണ്ട് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ ഹെൽത്തിനും വളരെ നല്ലതാണ്. പനിയോ ചുമയോ ഒന്നും കുട്ടികൾക്ക് വരത്തില്ല. പ്രതിരോധ ശക്തി കൂടും. ഏതിനും നല്ലതാണ്. പ്രഷർ ഉള്ളവർക്ക് നല്ലതാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഐസ് വേണമെങ്കിൽ ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രഷ് മിൻറ്റ് ഉണ്ടെങ്കിൽ പുതിന ഇല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനിത് ചേർത്ത് കൊടുക്കുന്നു.
നല്ല ഒരു റീഫ്രഷ്മെൻ്റ് ആയിരിക്കും ഈ നമ്മൾ മിൻറ്റ് കൂടി ചേർത്ത് കഴിയുമ്പോൾ. പിന്നെ സബ്ജ സീഡോ ചിയ സീഡോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു 2 സ്പൂൺ ജ്യൂസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്ത് നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണെന്നുള്ളത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് തേൻ ആവശ്യമാണെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം. അതല്ല പഞ്ചസാരയാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയെക്കാളും നല്ലത് തേനാണ്. ഇതൊന്നും ചേർക്കാതെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ തയ്യാറാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാനൊന്നും മറന്നു പോകരുത്. വീണ്ടും ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.